ക്രിസ്തുദേവന്റെ തിരുപ്പിറവിയുടെ സന്ദേശമുയർത്തി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്മസിനായുള്ള ഒരുക്കത്തിലാണ്. പ്രവാസ ലോകത്തും സ്ഥിതി വ്യത്യസ്തമല്ല. നിരവധി വിശ്വാസികൾ ഓരോ നിമിഷവും ഇവിടെയുള്ള വിവിധ പള്ളികളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെയുള്ള പ്രവാസികൾ എല്ലാവരും ജോലിയുള്ളവരാണ്. ഈ ജോലി തിരക്കുകൾക്കിടയിലെല്ലാം തന്നെ ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ ക്രിസ്മസിനായുള്ള ഒരുക്കങ്ങൾ സജീവമായിരുന്നു. കരോൾ സർവീസുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ UAE വിവിധയിടങ്ങളിൽ സജീവമായിരുന്നു. എനിക്ക് ചുറ്റുമുള്ള ഈ പുൽക്കൂട്, ഇത്തരത്തിലുള്ള പുൽക്കൂടുകളെല്ലാം നിരവധി സ്ഥലത്ത് ഒരുക്കിയാണ് ഇവർ ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നത്. വിവിധ പള്ളികളിൽ ഇതിനോടകം തന്നെ പ്രാർത്ഥനകളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, UAE വിവിധ പള്ളികളിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ തന്നെ നിരവധി പള്ളികളുണ്ട്, വിവിധ സഭകളുടെ പള്ളികളുണ്ട്. ഈ പള്ളികളിലെല്ലാം തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചു. 6 മണി മുതലാണ് UAE വിവിധ പള്ളികളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങിയത്. ദുബായിലെ വിവിധ പള്ളികളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബുദാബിയിലും അലയിലും റാസൽ ഖൈമയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം പള്ളികളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജോലിയെല്ലാം കഴിഞ്ഞ് കുടുംബമായി വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി വിശ്വാസികൾ, നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ, കഴിഞ്ഞ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ വിശ്വാസികൾ പള്ളികളിലെത്തി പ്രാർത്ഥനകളിൽ മുഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ 6 മണി മുതൽ രാത്രി 12 മണി വരെ നീളുന്ന ചടങ്ങുകൾ വിവിധ പള്ളികളിൽ നടക്കാനിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാർജയിലുള്ള സെൻറ് മേരീസ് ജാക്കബൈറ്റ് ചർച്ചിലാണ്. ഇവിടെ 6 മണിയോടുകൂടി തന്നെ ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞ് ഇപ്പോൾ പള്ളിയുടെ അധികാരികൾ നമ്മോടൊപ്പം ഉണ്ട്. ഏത് രീതിയിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? 6 മണിക്ക് നമ്മുടെ സന്ധ്യാപ്രാർത്ഥന ആരംഭിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ ക്രമമനുസരിച്ചുള്ള ആരാധനകളാണ് നടക്കുന്നത്. രാത്രി 10:30 തീരത്തക്ക രീതിയിൽ ആണ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു 7:30 പ്രദക്ഷിണം ആരംഭിക്കും. തീജ്വാല ശുശ്രൂഷ അതിനുശേഷം നടക്കും. ഒരു 10:30 സ്നേഹവിരുന്നോടുകൂടെ ഈ വർഷത്തെ ക്രിസ്മസ് സർവീസുകൾ അവസാനിക്കത്തക്ക രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ പുൽക്കൂടൊക്കെ ഇവിടെയുള്ള സഭയിൽ തന്നെയുള്ള ആളുകൾ തന്നെ ഒരുമിച്ച് ഉണ്ടാക്കിയതാണ്? തീർച്ചയായിട്ടും ഇടവകക്കാരും യൂത്ത് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വളരെയധികം സമയമെടുത്ത് പുതിയ സങ്കല്പത്തോടുകൂടെ അവരെ ചെയ്തിരിക്കുന്നതാണ്. പഴമയെയും പുതുമയെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ചെയ്ത ഒരു പുതിയൊരു കോൺസെപ്റ്റാണ്. ഇന്നത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് നാട്ടിൽ നിന്ന് വൈദികരാണ്, അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള? ഇന്ന് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരി എൽദോസ് കാവാട്ടച്ഛനും അതുപോലെ തന്നെ നമ്മുടെ ഇടവക പട്ടക്കാരനായിരിക്കുന്ന അനീഷ് വർഗീസ് അച്ഛനുമാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഉള്ള ആളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കരോൾ സർവീസും ഈ പള്ളിയോട് വന്നിട്ടുണ്ടായിരുന്നല്ലേ? അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ആസൂത്രണം? കരോൾ സർവീസ് വളരെ ക്രമീകൃതമായിട്ട് വളരെ മിതമായ രീതിയിലാണ് നമ്മൾ നടത്താറുള്ളത്. വീടുകൾ സന്ദർശിച്ചും അതുപോലെ തന്നെ പള്ളിയിൽ ഫാമിലി യൂണിറ്റുകൾ ക്രമീകരിച്ചും പള്ളിക്കകത്തും ഒക്കെ ആയിട്ടാണ് നമ്മൾ കരോൾ സർവീസ് നടത്തുന്നത്. ഇന്നും വൈകിട്ടും ഒരു ജനറൽ കരോള് നമ്മൾ ഈ പള്ളിയുടെ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നടത്തുന്നതാണ്. അങ്ങനെ നമ്മൾ കരോൾ സർവീസ് വളരെ നല്ല രീതിയിൽ നാട്ടിൽ നടത്തുന്നത് പോലെ തന്നെ ചേർന്ന് നമ്മൾ നടത്തുന്നു. തീർച്ചയായും നാട്ടിലെത്താനായിട്ടില്ല എങ്കിലും നാട്ടിലുള്ള അതേ ആഘോഷങ്ങൾ അതേ രീതിയിൽ തന്നെ അതേ തനിമയോടുകൂടി തന്നെ പ്രവാസി ലോകത്തും ആഘോഷിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, UAE എന്ന് പറയുന്നത് 200-ലധികം രാജ്യത്തുള്ള ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന നാടാണ് UAE. അതിനാൽ തന്നെ വിവിധ ഭാഷകളിൽ, ഫ്രഞ്ച്, ഉറുദു തുടങ്ങിയ വിവിധ ഭാഷകളിൽ, തഗലഗ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആഗോള ക്രിസ്ത്യാനികളുടെ ഒരു സമ്മേളന വേദി എന്ന് തന്നെ നമുക്ക് പറയാം. വിവിധ രാജ്യക്കാർ ഒരുമിച്ച് ഈ രീതിയിൽ താമസിക്കുന്ന മറ്റൊരു രാജ്യം മറ്റൊരു സ്ഥലത്ത് കാണാനാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ആ ഒരു രീതിയിലും UAE അല്ലെങ്കിൽ ദുബായും വലിയ തോതിൽ തന്നെ വ്യത്യസ്തമാകുന്നുണ്ട്. ഇത്തരത്തിൽ UAEയിലെയും ദുബായിലെയും ക്രിസ്മസ് കാഴ്ചകൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാണ്. ഇനിയിപ്പോൾ പ്രാർത്ഥനകൾക്ക് ശേഷം വീടുകളിൽ പോയി, നാളെ അവധി ദിനമല്ല എങ്കിലും പലരും അവധിയെടുത്തടക്കം നാളെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇനി വീടുകളിലുള്ള ആഘോഷത്തിൻ്റെ കാഴ്ചയാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥനകൾക്ക് ശേഷം ആളുകൾ രാത്രി പാതിരിയോടുകൂടി തന്നെ വീടുകളിലേക്ക് മടങ്ങും. എന്തായാലും UAEയിലെ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനകൾ പുരോഗമിക്കുകയാണ്.